അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 14/3/2025 ഷഹറുൽ അഖ്വാഇ വൽ ഔഖാഫ് എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. റമദാൻ ദാനധർമ്മങ്ങളുടെ വഖഫുകളുടെ മാസം കൂടിയാണ്. നാം റബ്ബിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ കൂടുതൽ ശ്രമിക്കുന്നവരാണ്. നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ മനുഷ്യനും അവൻ്റെ മുമ്പിൽ അവൻ നാളേക്ക് വേണ്ടി എന്ത് തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഖുർആൻ പറയുകയാണ്, ഓ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഓരോ ശരീരവും നാളേക്ക് വേണ്ടി എന്ത് തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുക. നമ്മുടെ പിതാമഹന്മാർ തുടർന്നു വന്നിരുന്ന സമ്പ്രദായങ്ങൾ അത് ഈ അനുഗ്രഹീതമായ മാസത്തിൽ നാമും തുടരേണ്ടതുണ്ട്. എന്താണത്? നന്മയുടെ മാർഗത്തിൽ ചിലവഴിക്കുക. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരുന്നു. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി ബിൽ ഖൈർ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നന്മ ചെയ്യുന്നവരായിരുന്നു ജനങ്ങളുടെ ഇടയിൽ. വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ. ഏറ്റവും കൂടുതൽ ആ നന്മ ചെയ്തിരുന്നത് ഈ റമളാൻ മാസത്തിലും. റമളാൻ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ വഖഫ് അഥവാ ഒരു മനുഷ്യൻ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നും വിലപ്പെട്ട ഒന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നീക്കിവെക്കുക. എന്താണ് സദഖയും വഖഫും തമ്മിലുള്ള വ്യത്യാസം? വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉടമസ്ഥതയിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വസ്തു എന്നേക്കുമായി, ഏതുപോലെ കമസ്ജിദിൻ യബ്നി, അയാൾ ഒരു മസ്ജിദ് നിർമ്മിക്കുക. ആ മസ്ജിദിൽ നിസ്കരിക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ അഖാരിൻ യൂഖിഫുഹു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അയാൾ വഖഫ് ചെയ്യുക. എന്തിനു വേണ്ടി? രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടി, പ്രയാസമനുഭവിക്കുന്നവരുടെ കടങ്ങൾ വീട്ടാൻ, വിവാഹങ്ങൾ എളുപ്പമാക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. സദഖയേക്കാൾ പ്രതിഫലമേറിയതാണ് വഖഫ്. കാരണം അതിൻ്റെ ആ ഫലം എന്നും നിലനിൽക്കുകയും അത് ശേഷിക്കുന്നതുമാണ്. അത് നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മനുഷ്യൻ അവൻ മരണശേഷവും അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ നന്മയാണ് ഇൽമൻ അല്ലമഹു വനശറഹു, അവൻ പഠിച്ച വിജ്ഞാനം. വലദൻ സ്വാലിഹൻ തറക്കഹു, അവൻ ബാക്കി വെച്ച അവൻ്റെ സ്വാലിഹായ സന്താനം. മുസ്ഹഫൻ വറസഹു, അവൻ ഒരു മുസ്ഹഫ് ബാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ. ഔ മസ്ജിദൻ ബനാ, അവൻ ഒരു മസ്ജിദ് നിർമ്മിച്ചിട്ടുണ്ട്. ഔ ബൈത്തൻ ലിബ്നി സബീലി ബനാഹ്, വഴിയാത്രക്ക് വേണ്ടി ഒരു സത്രം നിർമ്മിച്ച് അവൻ സമർപ്പിച്ചിട്ടുണ്ട്. ഔ നെഹറൻ അജ്റാഹ്, അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയത്തെ അവൻ ഒഴുക്ക് സുഖപ്രദമാക്കി. ഔ സദഖത്തൻ അഖ്റജഹാ മിൻ മാലിഹി ഫി സിഹ്ഹത്തിഹി വഹയാത്തിഹി, അവൻ്റെ സമ്പത്തിൽ നിന്നും അവൻ നീക്കിവെച്ച ജീവിതകാലത്തുള്ള ആരോഗ്യ സമയത്തുള്ള സദഖ. യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, അത് മരണശേഷവും അവന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ നന്മ, ഈ വഖഫ് ഏറെ പ്രതിഫലമുള്ളതായതുകൊണ്ട് അത് മഹാന്മാരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും ഏറെ ശ്രദ്ധിക്കുന്നവരായിരുന്നു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പാദ്യങ്ങൾ അവർ വഖഫ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലം യകുൻ അഹദും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذو ഖുദ്റത്തിൻ ഇല്ലാ വഖഫ്.
തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരരിൽ ഒരാളും വഖഫ് ചെയ്യാൻ സൗകര്യമുള്ള ആളായിട്ട് അയാൾ വഖഫ് ചെയ്യാതിരുന്നിട്ടില്ല. ഇത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അവർക്ക് ഏറെ പ്രധാനപ്പെട്ട വളരെ വിലപിടിപ്പുള്ള ഒരു ഭൂസ്വത്തുണ്ടായിരുന്നു. അവരുടെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കൈഫ തഅ്മുറുനി ഫീഹാ, തിരുനബിയെ, ഞാൻ ഈ സമ്പാദ്യം അതിൽ എന്താണ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ഇൻ ശിഅ്ത ഹബ്ബസ്ത അസ്ലഹ ഐ വഖഫ്തഹു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആ ഭൂമി ബാക്കി വെച്ച് അതിനെ നീ സദഖ ചെയ്യുക, അഥവാ അത് വഖഫായി സമർപ്പിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഏറെ വിലപിടിപ്പുള്ള ഭൂസ്വത്ത് വഖഫ് ചെയ്തു. സഹാബാക്കളിൽപ്പെട്ട ഒരാൾ അള്ളാഹുവിൻ്റെ തിരുവചനം കേട്ടു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, ഒരു മനുഷ്യന് അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ ചെലവഴിക്കുമ്പോഴേ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവനാകുകയുള്ളൂ എന്ന ആയത്ത് കേൾക്കേണ്ട താമസം അയാളുടെ മനസ്സിൽ ഇത് വല്ലാതെ സ്വാധീനം ചെലുത്തി. തിരുനബിയുടെ അടുക്കലേക്ക് ധൃതിയിൽ ചെന്നു. അയാളുടെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് തിരുനബിക്ക് സമർപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്നഹാ സദഖത്തുൽ ലില്ലാഹ്, ഇത് അള്ളാഹുവിന് വേണ്ടി ഞാൻ സദഖ ചെയ്യുകയാണ്. അർജു ബിർറഹ വദുഖറഹ ഇൻദല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ശേഷിക്കണം, എനിക്ക് ഫലപ്പെടണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. നബിതങ്ങൾ അപ്പോൾ അയാളോട് പറഞ്ഞു, ദാലിക മാലുൻ റാബിഹ്, ദാലിക മാലുൻ റാബിഹ്, അത് വളരെ ലാഭകരമായ സമ്പാദ്യമാണ് എന്ന് ആ സഹാബിയെ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. നാം ചിന്തിക്കണം, തിരുനബിയെ അനുധാവനം ചെയ്യുന്നവരാണ് നമ്മൾ, മഹാന്മാരായ സഹാബത്തുൽ കിറാമിനെ പിൻപറ്റുന്നവരാണ്. നാമും അവരുടെ വഴിയെ നടക്കണം, അവരുടെ കാൽപാദങ്ങൾ ഈ വിഷയത്തിൽ നാമും പിന്തുടരണം. നമുക്ക് നമ്മുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് എന്താണോ ചെറുതാവട്ടെ വലുതാവട്ടെ വഖഫ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മുമ്പ് നാം അത് വഖഫ് ചെയ്യണം. നമുക്ക് മരണം അടുക്കുന്നതിൻ്റെ മുമ്പ് ഇത് ഓരോ മാസത്തിലും ഒരു ദിർഹമെങ്കിലും നീക്കിവെച്ച് നമ്മുടെ സാലറിയിൽ നിന്ന് കഴിയുന്ന ഒരു ചെറിയ മാറ്റിവെക്കൽ നടത്തി കുറച്ച് വർഷം കഴിയുമ്പോൾ അത് വലിയൊരു വഖഫായി തീരും. അത് നമ്മുടെ ജീവിതത്തിലും മരണശേഷവുമൊക്കെ നമുക്ക് സമ്പാദ്യമായി തീരും. ഇന്ന് തന്നെ നാം അത് തുടങ്ങണം. ഔഖിഫ് ദിർഹമക്, നിന്റെ ഒരു ദിർഹം നീ വഖഫ് ചെയ്യൂ എന്ന ഉദ്ദേശത്തോടു കൂടെ. അത് നാളെ ഒരു മസ്ജിദിലെ ഒരു ഇഷ്ടികയായി തീരും, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലെ പഠനോപകരണമായി മാറും, ഒരു യതീമിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളയാകും, ഒരു രോഗിക്ക് ചികിത്സയാകും. അത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമ്പാദ്യമായി കൊണ്ട് അത്തരം വഖഫുകൾ നാം ചെയ്യണം. അത് എന്നെന്നും നിലനിൽക്കുന്നതും നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതുമാണ്. നാം വിശുദ്ധ റമദാനിലൂടെ നീങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ യൗമു സായിദിൽ അമലിൽ ഇൻസാനി, സായിദ് ഹ്യൂമാനിറ്റി ഡേ നമ്മിലേക്ക് കടന്നു വരികയാണ്. നാം സായിദിനെ ഓർക്കുന്ന സമയമാണ്. സായിദിൻ്റെ വഴി വഖഫിൻ്റെയും ധർമ്മങ്ങളുടെയും വഴിയായിരുന്നു. അള്ളാഹു അവരുടെ പരലോകം സന്തോഷമാക്കട്ടെ. എത്രയെത്ര വഖഫുകളാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇന്നും അത് നിലനിൽക്കുന്നു. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ വഖഫുകൾ പടർന്നു പന്തലിച്ച് കിടക്കുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര പണ്ഡിതന്മാരാണ് അവർ പടുത്തുയർത്തിയ വിജ്ഞാന ഗോപുരങ്ങളിൽ നിന്നും പഠിച്ചു വളർന്നു വന്നിട്ടുള്ളത്. അതൊക്കെ വഖഫായിക്കൊണ്ട് അവർ ചെയ്ത യൂണിവേഴ്സിറ്റികൾ, വിജ്ഞാന നികേതനങ്ങൾ, അതൊക്കെ അവരുടെ പരലോകത്തേക്കുള്ള സമ്പാദ്യമാണ്. നമ്മുടെ ഗവൺമെൻറ് വഖഫിനുള്ള ഏറ്റവും എളുപ്പകരമായ മാർഗങ്ങൾ രൂപീകരിച്ച് നമുക്ക് വളരെ ലളിതമായി ചെറിയ സമ്പാദ്യം അടക്കം അങ്ങനെ വഖഫ് ചെയ്യാൻ പറ്റുന്ന
സൗകര്യം നമ്മുടെ രാജ്യത്ത് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ ടെലിഫോണിൽ നാം നമ്മുടെ ഒരു വിരൽ കൊണ്ട് ടച്ച് ചെയ്താൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരുന്ന് നമുക്കതിൽ ഭാഗവാക്കാകാൻ സാധിക്കുന്നു. നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുകയും അതിൽ നാം പങ്കെടുക്കുകയും ചെയ്യണം. റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി റബ്ബിൻ്റെ അടുക്കൽ എന്നെന്നും ശേഷിക്കുന്ന ഒരു സമ്പാദ്യമായിക്കൊണ്ട് അല്ലാഹു വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ. അത് എന്നെന്നും ശേഷിക്കുന്നതും റബ്ബിൻ്റെ പ്രീതി നമുക്ക് നേടിത്തരുന്നതുമാണ്. ഈ അനുഗ്രഹീതമായ മാസത്തിൽ ദാനധർമ്മങ്ങളിൽ പ്രത്യേകം ഇത്തരം വഖഫുകളിലൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.